കണ്ണൂരിൽ മുസ്ലിം ലീഗ് നേതാവ് ബി.ജെ.പിയിൽ ചേർന്നു. പാനൂർ മുനിസിപ്പൽ കമ്മിറ്റി അംഗം ഉമർ ഫാറൂഖാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സന്തോഷ് ചേരുകയാണ്. ഇപ്പോൾ യു.ഡി.എഫിലെ പൊട്ടിത്തെറികളുടെ വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു.ഡി.എഫിൽ വലിയ പൊട്ടിത്തെറികളാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്തനംതിട്ടയിൽ ബി.ജെ.പിയിൽ ചേർന്ന വാർത്തയാണ്. മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ മുസ്ലിം ലീഗ് നേതാവ് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നു. പാനൂർ മുനിസിപ്പൽ കമ്മിറ്റി അംഗം ഉമർ ഫാറൂഖാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും. സന്തോഷ്, എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ? കണ്ണൂരിലെ പാനൂരിലുള്ള മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായ ഉമർ ഫറൂഖാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഓഫീസിൽ വെച്ച് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുകയും ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ഉമർ ഫറൂഖിനെ ഹാരാർപ്പണം നടത്തി ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇതിന് ഉമർ ഫറൂഖ് കാരണമായി പറയുന്നത് ബി.ജെ.പിയുടെ ദേശീയതയാണ് തനിക്ക് താല്പര്യം. ഈ ദേശീയതയിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത് എന്നാണ് ഉമർ ഫറൂഖ് കീഴ്പ്പാറ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പാനൂർ മുനിസിപ്പൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ ഉമർ ഫറൂഖ് കീഴ്പ്പാറ. പ്രദേശത്തെ പാനൂര് പ്രദേശം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഇപ്പോൾ നിലവിൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഭരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ള ലീഗിന്റെ പ്രമുഖ നേതാവ് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി.ജെ.പി നേതാക്കന്മാർ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അംഗത്വം നൽകി ഉമർ ഫറൂഖിനെ ബി.ജെ.പിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും, അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലും മുസ്ലിം ലീഗിനകത്തും യു.ഡി.എഫിലും എല്ലാം കൊടുമ്പിരി കൊള്ളുകയാണ്. അതിനിടയിലാണ് ഒരാൾ മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് ബി.ജെ.പിയിലേക്ക് പോകുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പി വലിയ പ്രചരണായുധമാക്കി ഇത് മാറ്റിയിട്ടുമുണ്ട്. മുസ്ലിം ലീഗിൽ നിന്നും ഒരാൾ അവരുടെ പാർട്ടിയിലേക്ക് ബി.ജെ.പിയിലേക്ക് പോവുക എന്നുള്ളത് വലിയൊരു പ്രചരണ ആയുധമാക്കിക്കൊണ്ട് അവർ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായത്തിൽ എന്നുള്ളത് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ഒരു ഉന്നതനായ നേതാവാണ് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ ആയുധമാക്കിയിരിക്കുന്നത്.